കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വാക്യം, സദൃശവാക്യങ്ങൾ 31:10. സദൃശവാക്യങ്ങൾ 31:10. സാമർഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? അവളുടെ വില മുത്തുകളിലും. സ്ത്രീകളെ സംബന്ധിച്ച് പഴയ കാലങ്ങളിൽ, ഇന്നത്തെ കുറച്ച് വ്യത്യാസമുണ്ട്, ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഉണ്ടായിരുന്നു. ആ കാലത്ത് തന്നെ ഒരു അഡ്വക്കേറ്റ്, ഒരു സോഷ്യൽ സർവീസിന് താല്പര്യമുള്ള ഒരു അഡ്വക്കേറ്റാണ്. അദ്ദേഹം ഒരു സർവേ നടത്തിയ, അതായത് ഒരു സ്ത്രീക്ക് എന്തുമാത്രം, സ്ത്രീയുടെ ജോലിയുടെ ക്രമമനുസരിച്ച് എന്തുമാത്രം അവർക്ക് ശമ്പളം കിട്ടും. രാവിലെ ജനക്കൊക്കെ എഴുന്നേറ്റ് പണിയാൻ തുടങ്ങി, അല്ലേ? നമുക്കറിയാം, അന്നത്തെ കാലത്തൊക്കെ അങ്ങനെ തന്നെ, എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. തുടങ്ങിയാൽ 7:30 ആകുമ്പോഴത്തേക്കും, 7:30-8 മണിയാകുമ്പോൾ ഭർത്താവിനുള്ള ഭക്ഷണം ഒരുക്കണം, പിള്ളേരുടെ ഭക്ഷണം ഒരുക്കണം, അവരെ സ്കൂളിലേക്ക് വിടണം. അയ്യോ, അത് കഴിഞ്ഞാലും പണിയുണ്ട്. അടുക്കള, വീട് എല്ലാം അടിച്ചു വാരുകയാകും, ചുറ്റുപാട് അടിച്ചു വാരുകയാകും, ഇച്ചിരി ഗാർഡനിങ് ഒക്കെ നടത്തുക. പിന്നെ അതുപോലെ തന്നെ ചിലപ്പം ഒരു ഇറന്റ് പോലെ എന്തെങ്കിലും വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്തൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് വരേണ്ടി വരും. അങ്ങനെ തുടങ്ങിയ കുറേ ഉണ്ട്. അദ്ദേഹം കണക്കൂട്ടിയ സമയത്ത് 1,35,000 രൂപ ഒരു മാസത്തേക്ക് ശമ്പളം ആ അമ്മയ്ക്ക് കൊടുക്കണം വീട്ടമ്മയ്ക്ക്. അത്രയ്ക്കുള്ള പണിയുണ്ട് ഒരു കണക്കാണ്. അതുപോലെ 14 ലക്ഷത്തി ചില്ലുവാനും ഒരു വർഷം അവളുടെ ശമ്പളമാണ്. അത് നമ്മൾ നോക്കുമ്പോൾ ഇതൊരു രസകരമായൊരു കണക്ക് കൊണ്ട് തോന്നും. ഒരു ദൈവഭക്തയായിട്ടുള്ള ഒരു വീട്ടമ്മ, രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞ്, ഒരിക്കലും അങ്ങനെ പണത്തെ നോക്കിയല്ല അവരുടെ സേവനം. അവരുടെ സർവീസ് അവരുടെ കുടുംബമാണ്, അവരുടെ ഭർത്താവ്, അവരുടെ മക്കള്, മനസ്സിലായില്ലേ? അമ്മ, അപ്പച്ചിമാര്, വയസ്സായവരൊക്കെ കാണും. എല്ലാവരെയും ഇങ്ങനെ കൊണ്ട് നടക്കുന്ന, അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന, വീട്ടിനകത്തെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പരിപാലിച്ചു കൊണ്ടുപോകുന്ന, ദൈവത്തിൽ ആശ്രയിച്ച് അങ്ങനെ ചെയ്യുന്ന അമ്മ, അവിടെ വേറെ പ്രതിഫലമൊന്നും അന്വേഷിക്കുന്നത്. അവരുടെ പ്രതിഫലം ഇത് തന്നെ, കുടുംബത്തിലെ സന്തോഷമാണ്. ഒരുപാട് പേരെ ഞാൻ കണ്ടു. ഒരമ്മയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്കേ ശമ്പളമുള്ളൂ. അദ്ദേഹം റിട്ടയർ ആയതിനു ശേഷവും ആ അമ്മ അവിടെ ഒരു കുറവുമില്ല. ഞാൻ വീട്ടിലെ ഒരു സന്ദർശനം നടത്തുമ്പോൾ CFനെയൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുമാണ്. അപ്പം ആ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ ഒന്നിനൊരു കുറവില്ല. ഒരാളുടെ ശമ്പളം ഭർത്താവ് അമ്മയുടെ ഭാര്യയുടെ കയ്യിൽ കാണാൻ കാശ് കൊടുക്കും. അതുകൊണ്ട് പള്ളിയിൽ കൊടുക്കേണ്ടത്, മിഷണറിക്ക് കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ എല്ലായിടത്തും കറണ്ട് വാടക, പിന്നെ മറ്റു വാടകകളെല്ലാം എല്ലാ പേയ്മെൻറ്റും അവർ നടത്തി. മിച്ചം എന്തെങ്കിലും ഒരു ഇത് അവർ ചെറിയ ഉണ്ടികയിൽ അല്ലെങ്കിൽ മിഷണറിമാർക്ക് കൊടുക്കാനായിട്ട് ഡിസംബറിൽ അത് സൂക്ഷിച്ച് വെച്ചിട്ട് പറ്റും. മിച്ചം വരുന്ന ചെറിയ തുകകളാണ്. അത് ഡിസംബർ എനിക്കും കിട്ടിയിട്ടുണ്ട്. പൊട്ടി തുറക്കും, ഈ വർഷത്തെ ദൈവം സാറിന പറഞ്ഞോളാം. ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ, അങ്ങനെ എത്രയോ ഐശ്വര്യമുള്ള അമ്മമാർ ജീവിച്ചിരുന്നു, ഇന്നും ഉണ്ട്. അതുകൊണ്ടാണ് ഈ ലോകം അവസാനിക്കാതെ, പ്രത്യേകിച്ച് നമ്മുടെ ഈ എറണാകുളം നശിച്ചു പോകാതെയൊക്കെ ഇരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നവരും ഇങ്ങനെയുള്ള അമ്മമാരും ഉണ്ട് എന്നുള്ള വ്യാസം. സാമർഥ്യമുള്ള ഭാര്യ ആർക്ക് കിട്ടും? ദൈവത്തിൻ്റെ കുഞ്ഞ്, നാം ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കണം. നമ്മുടെ ഭാര്യമാരെ നമ്മുടെ കയ്യിൽ വരുന്ന പണം ഫലമേൽപ്പിക്കണം. അവരെ വീട് പരിപാലിക്കണേ. ഞാൻ ദുഃഖകരമായൊരു കാര്യം പറയാം. 2 പേർക്കും ശമ്പളമുണ്ട്. 2 പേരും 2 വ്യത്യസ്ത അക്കൗണ്ടാണ്. ഓരോരുത്തരും അവരുടെ വരുമാനം അത് ചെലവിടുന്നത് അവരുടെ വ്യക്തിപരമായ കാര്യത്തിനും അവരുടെ അപ്പൻ്റെയും അമ്മയുടെയും കാര്യത്തിൽ, അല്ലെങ്കിൽ അവരുടേതായ ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻ്റാണ് ഭാര്യയ്ക്ക്, ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻ്റാണ് ഭർത്താവ്. എന്തൊരു കഷ്ടമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കടം വാങ്ങിക്കും. അത് സംബന്ധിച്ച് ഭയങ്കരമായ വഴക്കുണ്ടാകും. അതിൻ്റെ നടുവിൽ കുട്ടികൾ അതിന് സാക്ഷ്യമാണ്. എന്തൊരു സങ്കടമാണ്. ഒന്നര പുതിയ രീതിയിലുള്ള ക്രിസ്ത്യാനികളാണ്.
അവർ പ്രാർത്ഥിക്കുന്നവരാണ്, പള്ളി പോയി വേണമെങ്കിൽ പ്രസംഗിക്കുകയും തോന്നിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേങ്കിൽ ഇങ്ങനെയുള്ള മോശമായ ഒരു സാക്ഷ്യം എനിക്ക് അത്തരക്കാരെ ദൈവത്തിൻ്റെ ആത്മാവുള്ളവരാണെന്നോ അല്ലെങ്കിൽ യേശു കർത്താവിൻ്റെ ശിഷ്യരെന്നോ എനിക്ക് വിശ്വാസമില്ല. ആ കൂട്ടത്തിൽ നിങ്ങൾക്കും അങ്ങനെ ആ വിശ്വാസം ഉണ്ടാവുമെന്ന് വിചാരിക്കണം. അതുകൊണ്ട് നല്ല ഭാര്യനെ നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. അവരോട് ചേർന്ന് കുടുംബം വിജയകരമായി പരിപാലിച്ചു കൊണ്ടുപോകാൻ അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.